എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് എണീക്കാനായിട്ട് കുറച്ച് നേരം വൈകി, 7:30 ആയിട്ടാണ് എണീക്കാനായിട്ട്. അപ്പോൾ പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. അരി കഴുകിയിട്ടിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഇന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ശീലം. നമ്മൾ സീഡ്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊരു ടീസ്പൂണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് കുതിർന്ന് കഴിഞ്ഞാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതിൽ ആ കിച്ചണിൽ തന്നെ നിറച്ച് വെള്ളം വെച്ചു, എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല തണവുണ്ട്, അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരി കഴുകിയിട്ടു. പിന്നെ ഇന്നലെയൊക്കെ കുട്ടികളായിരുന്നു കുക്കിങ്, അപ്പോൾ അവർ വെളിച്ചെണ്ണ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു ബോട്ടിലുണ്ട്, അത് നിറച്ചിട്ട് ബാക്കിയുള്ളത് അവർ അങ്ങനെ തന്നെ പാക്കറ്റ് വെച്ചേക്കായിരുന്നു. അപ്പോൾ അത് മറ്റേ കാലി ബോട്ടിൽ ഒഴിച്ച് വെച്ച് അവിടേക്ക് ഒന്ന് സെറ്റാക്കി ഞാൻ നേരെ കുളിക്കാൻ കയറിയിട്ടാണ്. കുളി കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിച്ചു. ഈ കർക്കിടക മാസത്തിൽ ഞാൻ കറക്റ്റ് ചെയ്ത് ഒരു 7 ദിവസമെങ്കിലും അടുപ്പിച്ച് വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലണം എന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അതൊന്നും നടന്നില്ല. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ഒരു ചന്ദനം അതേപോലെ കുങ്കുമൊക്കെ ഇട്ടേക്കണ ഒരു പാത്രം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ചന്ദനം കുങ്കുമൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടണ ചന്ദനം കുങ്കുമൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ തൈറോയിഡിൻ്റെ ഗുളികയും അതേപോലെ ആൻറ്റിബയോട്ടിക് എടുക്കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ ഗ്യാസിൻ്റെ ഗുളികയുണ്ട്, അപ്പോൾ അത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കായാണ് കേട്ടോ എന്ന് ഉപ്പേരി വെക്കണത്. അപ്പോൾ എനിക്ക് ഈ കായ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. കായ എടുത്ത് വെച്ചോട് കൂടിയിട്ട് എനിക്ക് സത്യത്തിൽ എനിക്ക് കയ്യും കാലൊക്കെ ഒരു കുഴച്ചിൽ പോലെ തോന്നി. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ചിയ സീഡൊക്കെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കഴിക്കാനായിട്ട് എടുത്തിട്ട് കുറച്ച് നേരം അവിടെ പോയിരുന്ന് അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ചോറ് വേവായിട്ടുണ്ട്, അപ്പോൾ അത് വറുക്കാനായിട്ട് വെച്ചു. പിന്നെ കൈയിൻ്റെ മുകളിലും കത്തിയുടെ മുകളിലൊക്കെ കുറച്ച് എണ്ണ തടവിയിട്ട് കായ നന്നാക്കാൻ നിൽക്കുക കേട്ടോ. ഞാൻ കായ നന്നാക്കുമ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ എല്ലാ കായ എടുത്തിട്ട് തോല് കളയും. പിന്നെ നമ്മൾ നടുങ്ങനെ മുറിക്കില്ലേ, നടു ഫുള്ളായി മുറിക്കാണ്ട് 4ആയി കീറില്ലേ, അങ്ങനെ 4ആയി കീറിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് അതിന്ന് എടുത്തിട്ടാണ് ഞാനങ്ങനെ അരിഞ്ഞ് പീസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കോള് വന്നു വീട്ടിൽ നിന്ന്, അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നേരത്തെ കണ്ടത്. ഇന്ന് ചായയുടെ കടി ഉണ്ടാക്കണില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കഞ്ഞിയും പിന്നെ കായപ്പേരിയാണ് രാവിലെ വിചാരിച്ചേക്കണം. അതുകൊണ്ടാണ് കൂടുതൽ കായ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കായ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളി കാച്ച എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ അധികം അങ്ങനെ ഉടഞ്ഞു പോവില്ലല്ലോ, പാകത്തിന് ഇതായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ കഞ്ഞിക്ക് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ, അധികം ഉടയാണ്ട് എടുത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴേക്ക് തോന്നി ഒന്ന് ചായ കുടിക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ ഞാൻ ഷുഗർ കട്ടായിരുന്നു, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഷുഗർ കട്ടാണ് എന്നുള്ളത്. അതൊക്കെ ഇപ്പോൾ മാറ്റിക്കാരൻ്റെ ഷുഗറൊക്കെ നല്ലപോലെ കുറഞ്ഞ കാരണം ഇപ്പം ഞാൻ വീണ്ടും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ കുടിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മധുരമൊക്കെ ഇട്ടിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ചായ കുടിക്കാൻ തോന്നിയിട്ടാണ്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കും വേണം ചായ എന്ന്. മാത്രമല്ല തലേനാൾ അനിയൻ